സ്വാതി, നീ ഈ പറഞ്ഞ ബെഡ്റൂം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് നിന്നെക്കാളും മുൻപേ ഒരുപാട് സ്വപ്നം കണ്ടവരാ ഞാനും നീലും. ആ മുറിയെക്കുറിച്ച് മാത്രമല്ല, ഞങ്ങൾക്കുണ്ടാവുന്ന കുട്ടികളെക്കുറിച്ചും ഞങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. നീലിന് ഒരാൺകുട്ടി വേണമെന്നായിരുന്നു ആഗ്രഹം. അതിനെക്കുറിച്ചൊന്നോർത്ത് നീ ഇനി വേവലാതിപ്പെടണ്ട. ഏട്ടൻ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു കൊടുക്കാൻ ഭാര്യയായിട്ട് ഈ സ്വാതി ഉണ്ട് ഇവിടെ. അതിന് നിനക്കൊരിക്കലും കഴിയില്ലെങ്കിലോ? നീലിന്റെ മനസ്സിൽ ഇപ്പോഴുള്ള സങ്കടം എന്താണെന്ന് നിനക്കറിയോ? ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ദാഹം. ഞാനിത് നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചതാ, പക്ഷേ അന്ന് നീ വിശ്വസിച്ചില്ല. പക്ഷേ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനോ പ്രസവിക്കാനോ നിനക്ക് ഈ ജന്മം കഴിയില്ല. ഇനിയൊരു അക്ഷരം നീ മിണ്ടരുത്. ഈ സത്യം എനിക്ക് മാത്രമല്ല, നീലിനും അറിയാം. അയാളിത് നിന്നിൽ നിന്നും മറച്ചു വെച്ചത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയില്ല. സ്വന്തം പ്രതികാരം തീർക്കാൻ നീ കള്ളക്കഥയായിട്ട് ഇറങ്ങിയിരിക്കല്ലേ? എടി, എന്റെ ഏട്ടൻ എന്നോടൊന്നും മറച്ചു വെക്കില്ല. എനിക്കെന്റെ പ്രാണനേക്കാൾ വിശ്വാസമാ എന്റെ ഏട്ടനെ. നീ വിശ്വസിച്ചോ? ആര് പറഞ്ഞു വേണ്ടെന്ന്? പക്ഷേ സത്യം ഞാൻ പറഞ്ഞത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നീ കയറി വന്നപ്പോ നിന്റെ മുറിയിൽ നീലും ഞാനും കൂടി സംസാരിച്ചു നിന്നത് നീ കണ്ടില്ലേ? അത് എന്തായിരുന്നെന്ന് അറിയോ നിനക്ക്? നിന്നോട് ഈ കാര്യം പറയരുതെന്ന് നീൽ എന്നോട് യാചിച്ചതാ. അന്ന് അപകടത്തിന് ശേഷം നടന്ന സർജറി എന്തായിരുന്നുന്ന് നീൽ ഇതുവരെ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? സംശയമുണ്ടെങ്കിൽ നീ പോയ ഡോക്ടറോട് ചോദിച്ചു നോക്ക്. ഇല്ലെങ്കി മുറിയിൽ ചെന്ന് നിന്റെ പ്രാണനെ പോലെ നീ വിശ്വസിക്കുന്ന നിന്റെ ഭർത്താവ് ഇരിപ്പുണ്ടല്ലോ, ചെന്ന് ചോദിക്ക് നിന്നെ ചതിച്ചത് എന്തിനാണെന്ന്. എടീ, നീലിപ്പോ നിന്നെ സ്നേഹിക്കുകയല്ല, സഹിക്കുകയാ. ഒരു കുഞ്ഞിനെ അയാൾക്ക് കൊടുക്കാൻ കഴിയില്ലെന്നറിഞ്ഞിട്ടും താലി കെട്ടി കൂടെ കൂട്ടിയതിന്റെ കടപ്പാടിന്റെ പേരിൽ ഉള്ളിലെ സങ്കടവും നിരാശയൊക്കെ ഒതുക്കി ഒരു നാടകം കളിക്കുക നീലിപ്പോ. ചെന്ന് ചോദിച്ചു നോക്ക് ഞാൻ പറയുന്നത് സത്യമാണോന്ന്. നിന്റെ ജീവിതം ഒരു തോൽവിയാടി, ലോക തോൽവി. എനിക്ക് പ്രസവിക്കാൻ കഴിയില്ലെന്ന് ഏട്ടൻ അറിയാമായിരുന്നെന്ന് വേദ പറഞ്ഞത് സത്യമാണോ എന്റെ ദേവി? എന്നിട്ടാണോ ഏട്ടൻ എന്നോട് ഇത് മറച്ചു വെച്ചത്? വേദ പറഞ്ഞതാണ് സത്യമെങ്കിൽ എന്നോട് ഏട്ടൻ കാണിച്ചത് ചതി തന്നെയാ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവളുടെ വായിൽ നിന്ന് അറിയേണ്ടി വന്നല്ലോ. അതിൽ പരമൊരു അപമാനം വേറെയുണ്ടോ? ഇങ്ങനൊരു ഗതികേട് എന്തിനാ ഏട്ടൻ എനിക്ക് തന്നത്?
സ്വാതി ഇത് കണ്ട അവളുടെ മനസ്സിൽ അമ്മയാകാനുള്ള ആഗ്രഹം കൂടുകയുള്ളൂ. ആ ആഗ്രഹം ഒരിക്കലും നടക്കില്ല എന്ന് ഞാൻ എങ്ങനെ അവളോട് പറയും? വേദ പറഞ്ഞത് സത്യം തന്നെ ആകാനാ സാധ്യത. ഇല്ലെങ്കിൽ എന്തിനാ ഏട്ടൻ ഈ ചിത്രം എടുത്ത് നോക്കി ഇങ്ങനെ നിൽക്കുന്ന? ഏട്ടന്റെ മനസ്സിൽ ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ആഗ്രഹം അടക്കി വെക്കാൻ കഴിയുന്നില്ലെന്നല്ലേ ഇതിനർത്ഥം? ഏട്ടൻ എന്തിനാ ആ മാഗസിൻ എടുത്ത് മറച്ചു വെക്കുന്നത്? എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇത്രയും കാലം ഞാൻ കഥ അറിയാതെ ആടുകയായിരുന്നു. എത്ര വലിയ പ്രശ്നവും പറഞ്ഞു തീർക്കാൻ പറ്റാത്തത്ര ദുർബലമാണോ ഏട്ടനും ഞാനും തമ്മിലുള്ള ബന്ധം? എന്തായാലും എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം. വേദ പറഞ്ഞത് സത്യമാണോന്ന് എനിക്കറിഞ്ഞേ തീരും. സ്വാതി, ഒരു ഡോക്ടർ കടന്നു പോകുന്ന വഴികൾ ഒരുപാട് മാനസിക സംഘർഷങ്ങളുടേതാണ്. അതിലേറ്റവും വിഷമമേറിയ സന്ദർഭങ്ങളിൽ ഒന്നാണിത്. കുട്ടി ഭർത്താവിനോട് കാര്യങ്ങളെക്കുറിച്ചൊന്നും ചോദിച്ചില്ലേ? രോഗി അറിയാതെ ഒരു ടാബ്ലറ്റ് പോലും നൽകാൻ പാടില്ലെന്ന നിയമം. പക്ഷേ അന്ന് ഞാൻ കുട്ടിയോടത് മറച്ചു വെച്ചത് തന്റെ ഭർത്താവ് അത്രയ്ക്ക് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ്. അയാൾ തന്നെ കുട്ടിയോടെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം എന്നാ പറഞ്ഞത്. പക്ഷേ ഇതുവരെ സ്വാതിയോട് ഈ സത്യം പറയാതിരുന്നത് വലിയ തെറ്റ് തന്നെയാണ്. ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്നാണോ? പറയൂ ഡോക്ടർ, ഒരു അമ്മയാവാൻ എനിക്ക് കഴിയില്ലേ? കുട്ടിയുടെ മുഖത്ത് നോക്കി നോ എന്ന് പറയരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വിധി മറിച്ചായി പോയി. കുട്ടി ഇനി ഗർഭം ധരിക്കാനുള്ള സാധ്യത 100-1 പോലുമില്ല. സത്യത്തിൽ അന്നേ ഞാനിത് കുട്ടിയോട് പറയേണ്ടതായിരുന്നു. ഐ ആം സോറി സ്വാതി. ഡോക്ടർ, ഇങ്ങനെ സർജറി നടത്തിയവരാരും പിന്നീട് ഗർഭിണിയായിട്ടില്ലേ? ചില കേസുകളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 1000-1-2 മാത്രം. ദൈവത്തിന്റെ അദൃശ്യമായ കൈയെന്നൊക്കെ പറയില്ലേ, അതുപോലെ കുട്ടിയുടെ ജീവിതത്തിലും സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് കലക്കി. തകർന്ന് തരിപ്പണമായിട്ടാവും അവള് തിരിച്ചു പോയത്, അല്ലേ ആന്റി? അതെ, നീ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. താങ്ക്സ്. ഇതിന് ഞാൻ ആന്റിക്ക് ഒരു പ്രത്യേക സമ്മാനം തരുന്നുണ്ട്. ഒരു സമ്മാനവും വേണ്ട. പക്ഷെ ഇത് അവസാനത്തേതാ. ഇനി നിന്റെ കുട്ടിക്കളിക്ക് നിൽക്കാൻ ഞാനില്ല. ഓ, സമ്മതിച്ചു. ഇതിന് തന്നെ ഞാൻ കൂട്ടുനിന്നത് സ്വാതിക്ക് കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന കാര്യത്തിൽ കുറെയൊക്കെ സത്യമുള്ളതുകൊണ്ടാ. പക്ഷെ ഒന്ന് ഓർക്കണം, ദൈവം വിധിച്ചാൽ, ഒരു മിറാക്കിൾ സംഭവിച്ചാൽ ഏത് നിമിഷവും സ്വാതി ഗർഭിണിയാകും. എന്താ പറഞ്ഞത്? ഇനിയും ഗർഭിണിയാകാൻ അവൾക്ക് എങ്ങനെ പറ്റും? അന്ന് അപകടം പറ്റിയപ്പോ അവളുടെ ഗർഭപാത്രം എടുത്ത് മാറ്റാമെന്ന് ആന്റി സമ്മതിച്ചതല്ലേ? വേദേ, നീ പറയുന്നതും പ്രവർത്തിക്കുന്നതും നിന്റെ പ്രതികാരം മാത്രമാണ്. അന്ന് നീ അത് പറഞ്ഞു, ശരിയാണ്. പക്ഷേ ഞാനത് ചെയ്തിട്ടില്ല. ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്കതിന് കഴിയില്ല. ആന്റി, അപ്പൊ പിന്നെ കുട്ടികൾ ഉണ്ടാവില്ലെന്ന് ആന്റി അവളോട് പറഞ്ഞതോ? ഞാനാ പറഞ്ഞത് സത്യം തന്നെയാ. സ്വാതി ഇനി ഗർഭിണിയാകണമെങ്കിൽ ഒരു അത്ഭുതം സംഭവിക്കണം. ഒരത്ഭുതവും സംഭവിക്കില്ല. അമ്മയാവാൻ കഴിയാത്ത ദുഃഖവും ചുമന്ന് തന്നെ അവള് മരിക്കും. നീ ഒരു പെണ്ണാ, അത് ഓർമ്മ വേണം.
അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്തായാലും എനിക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. മതി, എനിക്കത് മതി. അങ്ങനെ പൂർണ്ണമായിട്ടങ്ങ് സന്തോഷിക്കാൻ വരട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇങ്ങനെ സർജറി നടത്തിയ അപൂർവം സ്ത്രീകൾ വീണ്ടും ഗർഭിണിയാകുകയും പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവള് പ്രസവിക്കില്ല, ഒരിക്കലും. അതിന് ഞാൻ സമ്മതിക്കില്ല. അതെ, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. നിനക്ക് ഭ്രാന്ത, നട്ട ഭ്രാന്ത്. അതെ, എനിക്ക് ഭ്രാന്ത. സ്വാതിയുടെ തകർച്ച പൂർണ്ണമായാലേ ആ ഭ്രാന്ത് മാറൂ. എന്റെ ദേവി, ഇത്രയും വലിയൊരു പരീക്ഷണം എന്നോട് വേണമായിരുന്നോ? ഇത്രയും നാളും ഭക്തിയോട് കൂടെ തന്നെയല്ലേ ഞാൻ നിന്നെ ഭജിച്ചത്? അമ്മയാകാൻ കഴിയാത്തൊരു സ്ത്രീയുടെ ദുഃഖം നിനക്കറിയില്ലേ ദേവി? ഡോക്ടർ പറഞ്ഞത് ഞാൻ ഇനി അമ്മയാകണമെങ്കിൽ ഈശ്വരൻ അത്ഭുതം കാണിക്കണമെന്നാ. നിത്യവും നിന്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്നവളല്ലേ ഞാൻ? ഇത്രയും നാൾ മനസ്സിൽ കൊണ്ട് നടന്നിട്ടും ഏട്ടൻ എന്നോടിത് മറച്ചു വെച്ചത് എന്തിനാ ദേവി? എന്നോടുള്ള വെറുപ്പ് കൊണ്ടാണോ? അതോ വേദ പറഞ്ഞതുപോലെ ഏട്ടൻ എന്നെ സഹിക്കുവാണോ? ദേവി, നീ അല്ലാതെ എനിക്ക് മറ്റാരാ ഒരു സഹായത്തിനുള്ളത്? നിന്റെ ഈ കാൽക്കൽ ഞാൻ എന്റെ ജന്മം സമർപ്പിക്കാം. ഏട്ടന്റെ ആഗ്രഹം പോലെ ഒരു കുഞ്ഞ്, അത് മാത്രം മതി എനിക്ക്. എന്നെ കൈവിടല്ലേ ദേവി. കുട്ടി, എന്തു പറ്റി? നടയടച്ചിട്ട് നേരം എത്രയായി? എന്നിട്ടും ഈ സമയത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഉള്ളിലെ സങ്കടത്തിന് അത്രയും ആഴമുണ്ട് അല്ലേ മോളെ? ദേവിക്കെല്ലാം അറിയാം. എല്ലാം അറിയുന്ന ദേവി പിന്നെ എന്തിനാ ഭക്തരെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഭക്തരെ സംരക്ഷിച്ച് സന്തോഷം നൽകിയല്ലേ ദേവി ചെയ്യേണ്ടത്? ദേവിയോടുള്ള പരിഭവം മുഴുവൻ മോളുടെ വാക്കുകളിലുണ്ട്, എനിക്ക് മനസ്സിലായി. സംശയിക്കണ്ട, സംരക്ഷിക്കുന്ന ദേവി തന്നെയാണ് അകത്തിരിക്കുന്നത്. ഇല്ല സ്വാമിജി, ദേവി എന്നെ കൈവിട്ടു. എന്റെ പ്രാർത്ഥനകളെല്ലാം വിഫലമായി പോയി സ്വാമിജി. മോളെ, പ്രാർത്ഥനകൾ ഒരിക്കലും വിഫലമാവില്ല. മോളിപ്പോ അമ്മയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നെല്ലാം ചിറകുകൾ വിടർത്തുന്ന ഒരു കാലം വരും. മോളുടെ എല്ലാ ദുഃഖങ്ങളും മാറ്റാനുള്ള ബലം ദേവി തന്നെ മോൾക്ക് തരും. മോള് ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. ഇനി അഥവാ കുറച്ചു നേരം ഇവിടെ ഇരുന്നാലേ മനസ്സിന് ആശ്വാസമാവുമെങ്കിൽ അതുമാകാം. അവിടെ ആ മണ്ഡപത്തിലോട്ടിരുന്നോളൂ. എന്തായടി, ഇപ്പൊ നിനക്ക് വിശ്വാസമായോ? ഞാൻ വെറുതെ ഒന്നും പറയില്ലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ഡോക്ടർ എന്നെ വിളിച്ചിരുന്നു, നീ അവിടെ ചെന്ന വിവരം പറയാൻ. ഓ, അത് ശരി. അപ്പൊ നിന്റെ ഉപദേശം അനുസരിച്ചാണ് ഡോക്ടർ എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയത് അല്ലടി? തെറ്റിദ്ധരിപ്പിക്കാനോ? അതെ, എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ള കളവ് നീ ആ ഡോക്ടറെ കൊണ്ട് മനഃപൂർവ്വം പറയിക്കായിരുന്നില്ലേ? നിനക്ക് എങ്ങനെ വേണമെങ്കിലും വിശ്വസിക്കാം. നീലിന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കാൻ നിനക്ക്. പക്ഷേ ആ കാത്തിരിപ്പ് നിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഉണ്ടാകും.
ഇനി ഈ ഡോക്ടർ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി നിനക്ക് വിശ്വാസം വരുന്നത് വരെ പരിശോധിപ്പിക്കാം. പക്ഷേ എത്ര തവണ ആവർത്തിച്ച് ഏത് ഡോക്ടർ പരിശോധിച്ചാലും അവർക്കെല്ലാം പറയാൻ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉണ്ടാവൂ. നിനക്കൊരിക്കലും ഒരു കുഞ്ഞിന്റെയും അമ്മയാവാൻ കഴിയില്ല എന്ന സത്യം. ഒരു പുരുഷന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപമാണടി പ്രസവിക്കാൻ കഴിയാത്ത നിന്നെ പോലൊരു പെണ്ണ്. അങ്ങനെ നോക്കിയാ നീലിന്റെ ജീവിതത്തിലെ ശാപം തന്നെയാ നീ. കഴിഞ്ഞു നിന്റെ പ്രസംഗം. എടി, നിന്നെ പോലെ വിഷം തുപ്പുന്ന വിഷസർപ്പങ്ങളായ മക്കൾക്ക് ജന്മം നൽകുന്ന അച്ഛനമ്മമാരാടി ശാപം കിട്ടിയ ജന്മങ്ങള്. എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോന്ന് തീരുമാനിക്കുന്നത് ഈശ്വരനാടി. ആ വിധി എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതിന് നീ വിലക്കെടുത്ത ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. ഉള്ളിലെ നിരാശയും സങ്കടവും മറയ്ക്കാൻ നീ ഒരുപാട് പാടുപെടുന്നതിന്റെ സംഘർഷം നിന്റെ ഈ മുഖത്തുണ്ട്. എനിക്ക് ഒരു നിരാശയില്ല. അർഹിക്കുന്നതിലധികം ഈശ്വരൻ എനിക്ക് തന്നു. നീ സ്നേഹിച്ച പുരുഷനെ അടക്കം. നിനക്കേ ഞാൻ എന്റെ ജാതകം തരാം. അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ നിന്റെ ഒരു ജാതകം. ജാതകം എഴുതുന്ന ജ്യോത്സ്യന്മാർ പ്രവചിക്കുന്നത് എല്ലാം നടക്കുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ എനിക്ക് വിശ്വാസമാണ്. എനിക്കൊരു കുഞ്ഞിനെ കിട്ടുമെന്ന് നല്ല വെടിപ്പായിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഡോക്ടർ പറഞ്ഞ വാക്കിനേക്കാൾ എനിക്ക് വിശ്വാസം എന്റെ ജാതകത്തിൽ എഴുതിയത് തന്നെയാ. അത് ഈശ്വര വിധിയാ. അത് തിരുത്താൻ നിനക്കെന്നല്ല, ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച ഒരാൾക്കും പറ്റില്ല. എടി, എന്റെ ഏട്ടന്റെ കുഞ്ഞിനെ ഞാൻ ഗർഭം ധരിക്കും, പ്രസവിക്കും. അന്നതിന്റെ നൂലുകെട്ട് ചടങ്ങിന് നിന്നെ ഞാൻ ക്ഷണിക്കും. അതിന്റെ സാക്ഷിയാകാൻ കാത്തിരുന്നു നീ. ഒരു കാര്യം നീ ഓർക്കണം, കുഞ്ഞുങ്ങളില്ലാത്ത അച്ഛനമ്മമാരെ പുച്ഛിക്കരുത്. അവർക്ക് കുട്ടികൾ ഉണ്ടാവാത്തത് ജന്മശാപം കൊണ്ടല്ല, ഈശ്വരൻ അവരെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ. മനസ്സിലായോടി? നീ വന്നായിരുന്നോ? വേദേ ജ്യൂസ് കുടിക്കേ. പിടിക്ക്, നല്ലോണം കലക്കി ഒന്നും കൂടി കൊടുക്ക്. വേദയ്ക്ക് ക്ഷീണം തീരെ പാടില്ല. എന്താടോ താനെന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല, ഇത്രയും സമയം താൻ എവിടെയായിരുന്നു? ഞാനൊന്ന് ക്ഷേത്രത്തിൽ പോയതായിരുന്നു. ക്ഷേത്രത്തിലോ? എന്നിട്ട് താൻ തൊഴുതില്ലേ? കയ്യില് പ്രസാദം ഇല്ലല്ലോ. പ്രസാദം അത് ഞാൻ എവിടെയോ വെച്ച് മറന്നു. ഡോക്ടറെ കണ്ട കാര്യം തൽക്കാലം ഏട്ടനോട് പറയണ്ട. ഇത്രയും നാൾ സത്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചതല്ലേ. ആദ്യം ഏട്ടൻ എന്നോടത് പറയും നോക്കട്ടെ. അതല്ലേ വേണ്ടത്. സ്വാതിക്ക് എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ. എന്താ ഇവൾക്ക് പറ്റിയത്?
എന്തോ കാരണമുണ്ട്. എന്തിനായിരിക്കും ഡോക്ടർ പറഞ്ഞ കാര്യം ഏട്ടൻ എന്നോട് മറച്ചു വെച്ചത്? സ്വാതി, എന്താ ഏട്ടാ? അത് ഞാൻ അല്ല, അത് ഒന്നുമില്ല. ഞാനെന്തോ തന്നോട് പറയണമെന്നോർത്തു, പെട്ടെന്നങ്ങ് മറന്നുപോയി. ഇങ്ങനൊരു മറവി ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് ഇന്നേ വരെ ഒന്നും ഏട്ടൻ എന്നോട് പറയാൻ മറന്നിട്ടില്ലല്ലോ. ഒന്നുകൂടി ഓർത്തു നോക്ക്, എന്താ ഏട്ടൻ എന്നോട് പറയാത്ത കാര്യം? പറയാത്ത കാര്യോ? അല്ല, പറയാൻ മറന്ന കാര്യം. ഒന്നുകൂടി ഓർത്തു നോക്ക്. ഇല്ല, ഞാൻ ഓർക്കുന്നില്ല. ഇനി ഓർമ്മ വരുമ്പോ പറയാം. ഞാനിതാ വരുന്നു.